മുരുക്കപ്പ് ഗ്രൂപ്പിന്റെ വെഞ്ചറായിട്ടുള്ള മൊണ്ട്രയുടെ സ്റ്റാളിലേക്ക് നമുക്ക് വരുമ്പോൾ അവരുടെ 2 ന്യൂ ലോഞ്ചുകളായിട്ടുള്ള EV വെഹിക്കിൾസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന് ഏവിയേറ്ററും 2 സൂപ്പർ കാർഗോയും. മാത്രമല്ല എക്സിസ്റ്റിംഗിലെ ഓൺ റോഡ് മാർക്കറ്റിലുള്ള അവരുടെ HMV വെഹിക്കിൾസും 3 വീലേഴ്സും ഇവിടെ ഒരുക്കിയിരിക്കുന്നുണ്ട്. മൊണ്ട്രയുടെ ഈവിയേറ്റർ എന്ന് പറയുന്ന മോഡലിലേക്ക് വരുമ്പോൾ ഏകദേശം 48.5 കിലോവാട്ട് ബാറ്ററി കപ്പാസിറ്റിയിൽ 175 കിലോമീറ്ററാണ് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ്. മൊണ്ട്രയുടെ 3 വീലർ കാറ്റഗറീസിൽ നമ്മൾക്കറിയാവുന്ന പോലെ തന്നെ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള പുതിയ 3 വീലർ കാർഗോയിലും അവർ ഫാസ്റ്റ് ചാർജിങ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. AC ചാർജർ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷേ വളരെയധികം സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ് അവരുടെ പുതിയ 2 ട്രക്കുകളും അതുപോലെ തന്നെ ആ ട്രക്കുകളിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള CCS പ്രോട്ടോക്കോളിലുള്ള ചാർജിങ്സും. 240 കിലോ വാട്ടിൻ്റെ ബാറ്ററികളാണ് ഈ ഒരു ട്രക്കുകളിലേക്കായിട്ട് മൊണ്ട്ര ഒരുക്കി വെച്ചിരിക്കുന്നത്. ഓൺലി കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് മാനുഫാക്ചേഴ്സ് ആയ ഏഷ്യർ ഈ ഒരു എക്സ്പോയിൽ അവർ പുതിയതായി ലോഞ്ച് ചെയ്തിരിക്കുന്നത് പ്രോ എക്സ് എന്ന് പറഞ്ഞ ഈ ഒരു EV വെഹിക്കിൾസ് ആണ്. 2 മോഡൽസിലാണ് ഏഷ്യർ ഈ വണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് 32 കിലോ വാട്ട് അവർ ബാറ്ററി കപ്പാസിറ്റിയിൽ 140+ കിലോമീറ്റർ റേഞ്ചും 2 40 കിലോ വാട്ട് അവർ ബാറ്ററി കപ്പാസിറ്റിയിൽ 180+ കിലോമീറ്റർ റേഞ്ചുമാണ്. മാത്രമല്ല ഇത് CCS2 സപ്പോർട്ടിംഗ് ചാർജിങ്ങുമാണ് തരുന്നത്. ഏഷ്യർ പവലിയനിലേക്ക് വരുമ്പോൾ ഓൾറെഡി പ്രൊഡക്ഷനിലുള്ള ഒരു ബസ്സും കോൺസെപ്റ്റ് ഡിസൈനായിട്ടുള്ള ഒരു ട്രക്കുമാണ് ഏഷ്യർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. 2 വെഹിക്കിൾസും ഡ്യുവൽ CCS ഇൻപുട്ട് ഡിസൈനോട് കൂടിയിട്ടാണ് കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത്. 2025 ഏപ്രിലോടുകൂടി ബസ്സുകളും 2026 ട്രക്കുകളും മാർക്കറ്റിലേക്ക് കൊണ്ടുവരാനാണ് ഏഷ്യർ തീരുമാനിച്ചിരിക്കുന്നത്.